ഇറാൻ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് യമനിൽ നിന്നും വ്യോമാക്രമണം. ബാലിസ്റ്റിക് മിസൈലുകളാണ് യമനിൽ നിന്ന് ഇസ്രയേലി നഗരങ്ങളെ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ടതെന്ന് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ പത്രം റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. 100ഓളം ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാനും ഇസ്രയേലിൽ ആക്രമണം തുടങ്ങിയിരുന്നു. പിന്നീട് രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി ഇസ്രയേലിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്രയേലി നഗരങ്ങളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു. ടെല്ലവീവിലും ജെറുസലേമിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇവിടങ്ങളിൽ കെട്ടിടങ്ങൾ തകർന്നു. 7 പേർക്ക് പരിക്കേറ്റു. പലയിടങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിച്ചതായും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജെറുസലേമിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ ജീവനക്കാരുടെ സുരക്ഷിത ഷെൽട്ടറുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അവിടെ തുടരാനാണ് നിർദ്ദേശം. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്നാണ് ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് ഇറാൻ പേരിട്ടിരിക്കുന്നത്. ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങളും എയർബേസുകളും ഉൾപ്പെടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആക്രമിച്ചു. അതിനിടെ 2 ആഴ്ച മുൻപ് യമനിലെ സനാ വിമാനത്താവളത്തിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. സനാ വിമാനത്താവളത്തിലെ ഹൂതികളുടെ കേന്ദ്രങ്ങളായിരുന്നു എയർഫോഴ്സ് ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത്. അന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് പോകാനിരുന്ന വിമാനമാണ് ഇസ്രയേൽ തകർത്തത്. യമനിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് സന. ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ റൺവേ അറ്റകുറ്റപ്പണിക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് വിമാനത്താവളം പ്രവർത്തനം തുടങ്ങിയത്. നേരത്തെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ യമനിലെ എയർവേസിന്റെ 3 വിമാനങ്ങളും തകർന്നിരുന്നു. UN വിമാനങ്ങളും ബാക്കിയുള്ള ഏക യമനീയ എയർവേസ് വിമാനവുമാണ് എയർപോർട്ട് ഉപയോഗിച്ചത്. ഇസ്രയേൽ വിമാനത്താവളങ്ങൾക്ക് നേർക്ക് ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയായാണ് സനയിലെ ആക്രമണമെന്നാണ് അന്ന് ഇസ്രയേൽ പറഞ്ഞത്. മെയ് തുടക്കത്തിൽ ബെൻഗുരിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ടുള്ള ഹൂതികളുടെ മിസൈൽ ലക്ഷ്യത്തിലെത്തിയിരുന്നു. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ വിവിധ രാജ്യാന്തര സർവീസുകൾ നിർത്തലാക്കിയിരുന്നു. തിരിച്ചടിയായി യമനിലെ തുറമുഖങ്ങളും സനാ വിമാനത്താവളത്തെയും ലക്ഷ്യമിട്ട് ഇസ്രയേൽ വിവിധ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനിടെ ഇറാൻ എല്ലാ പരിധിയും വിട്ടെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ടെഹ്റാൻ വിമാനത്താവളം ആക്രമിച്ചെന്നും സൂചനയുണ്ട്. അറബ് രാഷ്ട്രത്തലവന്മാരുമായി അമേരിക്കൻ പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ചു. ഇസ്രയേലിൽ ഇറാൻ കനത്ത ആക്രമണം നടത്തിയെന്നാണ് സൂചന. ജെറുസലേമിലെ ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം. നിരവധി പേർ മരിച്ചെന്ന് ഇറാൻ അവകാശപ്പെട്ടു. എന്നാൽ ഒരാൾ മരിച്ചെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. വെള്ളിയാഴ്ച രാവിലെ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈന്യത്തിലെ ഉന്നതരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെയുള്ളവരും കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണം നടന്നതിന് പിന്നാലെ രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഇറാൻ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈകുന്നേരത്തോടെ ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയത്. മധ്യപൂർവ്വദേശത്ത് അശാന്തിയുടെ തീപടർത്തി ഇറാനിൽ വീണ്ടും ഇസ്രയേലിന്റെ കനത്ത മിസൈലാക്രമണം നടന്നെന്നാണ് വിലയിരുത്തൽ. തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ആക്രമണം തുടരുകയാണെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്നും ഇറാൻ പറയുന്നു. അതേസമയം ഇറാനും പ്രത്യാക്രമണം നടത്തുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചാണ് ഇറാന്റെ പ്രത്യാക്രമണം. ഇസ്രയേലിൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുന്നു. കൂടാതെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിലും സംസാരിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ നെതന്യാഹു വിശദീകരിച്ചു. നെതന്യാഹു തന്നെ വിളിച്ചതായും നിലവിലെ സാഹചര്യങ്ങൾ വിവരിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിലെ പോസ്റ്റിലും വ്യക്തമാക്കി. ഇന്ത്യയുടെ ആശങ്കകളും മേഖലയിൽ സമാധാനവും സ്ഥിരതയും വേഗത്തിൽ പുനഃസ്ഥാപിക്കേണ്ടതിന് ആവശ്യകതയും അദ്ദേഹം സംഭാഷണത്തിൽ ഊന്നി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.